നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയാൽ ഒരു പേഴ്സണൽ ലോൺ പോലും ലഭിക്കാത്ത അവസ്ഥയിലേക്കാണ് ഇന്ത്യയിലെ കാര്യങ്ങൾ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ രാജ്യദ്രോഹിയാക്കുമോ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് നിങ്ങൾക്കൊരു പേഴ്സണൽ ലോൺ വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ബാങ്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞ 6 മാസത്തെ സാലറി സ്ലിപ്പ്, പേ സ്ലിപ്പ്, ഒപ്പം തന്നെ പാൻ കാർഡ്, ആധാർ കാർഡ്, ചില ബാങ്കുകൾ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ കോപ്പി വരെ ചോദിച്ചേക്കാം. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം സിബിൽ സ്കോറും കൂടെ ചെക്ക് ചെയ്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ട്രാക്ക് റെക്കോർഡെല്ലാം ഓക്കെ ആണെന്ന് ബോധ്യപ്പെട്ടാൽ അവർ നിങ്ങൾക്ക് ലോൺ തരും. ഇതാണ് അതിൻ്റെ പൊതുവുള്ള ഒരു രീതി. ഈ സിബിൽ സ്കോറിൻ്റെ ഒപ്പം തന്നെ വളരെ പ്രധാനമായിട്ടും ബാങ്കുകൾ പരിഗണിക്കുന്ന പേഴ്സണൽ ലോൺ കൊടുക്കാൻ പരിഗണിക്കുന്ന ഒരു ക്രൈറ്റീരിയയാണ് നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളത്. നിങ്ങളൊരു പെർമനൻ്റ് ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ, നിങ്ങളുടെ നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഒരു പെർമനൻറ്റ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കാൻ വലിയ സീനൊന്നുമില്ല. സ്ഥിര ജോലിയാണ്, ലോൺ അടയ്ക്കാൻ EMI അടയ്ക്കാൻ പറ്റുന്ന ഒരാളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ലോൺ കിട്ടും. എന്നാൽ നിങ്ങളൊരു കരാർ ജീവനക്കാരനാണെങ്കിൽ ലോൺ കിട്ടാൻ അല്പം പ്രയാസമായിരിക്കും. ഇതിലാണ് ഇന്ത്യയിലെ പുതിയ തൊഴിൽ നിയമത്തിൻ്റെ ഒരു കളി. പുതിയ തൊഴിൽ നിയമപ്രകാരം ഇനി മുതൽ ഇന്ത്യയിലെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ കമ്പനികൾക്കോ ആളുകളെ ജോലിക്ക് നിയമിക്കുമ്പോൾ പെർമനൻ്റ് ആയി നിയമിക്കേണ്ട കാര്യമില്ല. പകരം ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റ് എന്ന് പറയും. നിശ്ചിതകാല തൊഴിലാളി അല്ലെങ്കിൽ നിശ്ചിതകാല തൊഴിൽ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരാളെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ഒരാളെ ജോലിക്ക് വെക്കാം. അതായത് സ്ഥിരമല്ലാതെ, പെർമനൻ്റ് അല്ലാതെ നിങ്ങളെ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ 6 മാസത്തേക്കോ ഒക്കെ ആയിട്ട് നിയമിക്കാം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ പെർമനൻ്റ് ആക്കേണ്ട കാര്യമില്ല. അങ്ങനെ സാധാരണഗതിയിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുമ്പോൾ എങ്ങനെയാണ്? അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് കൃത്യമായിട്ടുണ്ടാവും, ഇന്ന ദിവസം നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ് വ്യവസ്ഥയ്ക്കകത്ത് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് മാത്രമല്ല, നിങ്ങൾ എന്ന് ഈ ജോലിയിൽ നിന്ന് പുറത്തിറങ്ങണം, നിങ്ങളുടെ ജോലിയുടെ അവസാന ദിവസം എന്നാണെന്ന് ഉൾപ്പെടെ ഈ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ ഉണ്ടാവും. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് സ്ഥിര ജോലി ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ബാങ്കിൽ നിങ്ങൾ ഈ പേ സ്ലിപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊണ്ടുപോയി കഴിഞ്ഞാൽ, സ്ഥിര ജോലിയല്ലാത്ത വെറും ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രം ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഏത് ബാങ്ക് ലോൺ തരാനാണ്? ഇന്ത്യയിലെ പുതിയ 4 തൊഴിൽ നിയമങ്ങൾ, 4 ലേബർ കോഡിനകത്തെ ഒരു ക്ലോസ് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിനേക്കാൾ അസംബന്ധമായിട്ടുള്ള നിരവധി ക്ലോസുകളും നിരവധി നിയമങ്ങളും മാറ്റങ്ങളും പുതിയ തൊഴിൽ നിയമത്തിനകത്തുണ്ട്. ഇത്രയൊക്കെ വന്നിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും നമ്മുടെ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് ചിലരെങ്കിലും, ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അവിടെയാണ് ഇതിലെ മറ്റൊരു കളി. ഇത്തരം വിഷയങ്ങളൊന്നും നമ്മളെ മാധ്യമങ്ങൾ അറിയിക്കാതിരിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഈ പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കില്ലേ, അതുപോലെ നല്ലൊരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെറും ബിസ്ക്കറ്റ് അല്ല, നല്ല ക്രീം ബിസ്ക്കറ്റ്. വർക്കിംഗ് ജേർണലിസ്റ്റ് ആൻഡ് അതർ ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ആക്ട് എന്നൊരു നിയമം ഇന്ത്യയിൽ ആദ്യമുണ്ടായിരുന്നു. ആ നിയമത്തിൻ്റെ ഭാഗമായി ഓരോ കാലത്തിനനുസരിച്ചും ഈ മാധ്യമ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ വേണ്ടി എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും വേജ് ബോർഡ് എന്നൊരു സംഭവം നിലനിന്നിരുന്നു. എന്നാൽ ഈ പുതിയ 4 ലേബർ കോഡ് വന്നതിന് ശേഷം അങ്ങനെയുള്ളൊരു വേജ് ബോർഡ് തന്നെ എടുത്തു കളഞ്ഞു. ശമ്പളം കൂട്ടാനുള്ള വേജ് ബോർഡ് എടുത്തു കളഞ്ഞു. ഇന്ത്യയിലെ മാധ്യമ മുതലാളിമാർ ഹാപ്പി. ഈ മാധ്യമ മുതലാളിമാർക്ക് തിന്നാനിട്ട് കൊടുത്ത ഈ ക്രീം ബിസ്ക്കറ്റിൻ്റെ ബാക്കി ക്രീം നക്കാനും നുണയാനും വേണ്ടി കാത്തിരിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരും ഹാപ്പി. ഈ പുതിയ തൊഴിൽ നിയമനിർമ്മാണത്തിൽ ഹാപ്പിയായ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്ന് എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമം പത്രമാണ്. ഇന്നലെ, അതായത് ഡിസംബർ 23 ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് കൃത്യം 3:30 മാധ്യമം പത്രസ്ഥാപനത്തിലെ മാധ്യമത്തിലെ മാനേജ്മെൻറ്റ് അവിടെ ഒരു ഓൾ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി. മാധ്യമത്തിൻ്റെ ഓഫീസിലുള്ള ആളുകളെ ഓഫ്ലൈനായിട്ടും ബാക്കിയുള്ള ആളുകളെല്ലാം കൂടെ വിർച്വലായിട്ടും കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ ഓൾ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. ഇത് നടക്കുന്നതിൻ്റെ ഒരു കോണ്ടെസ്റ്റ്, എന്തുകൊണ്ട് ഈ മീറ്റിംഗ് നടന്നു എന്നതിൻ്റെ ഒരു കോണ്ടെസ്റ്റ് സന്ദർഭം ഞാൻ ആദ്യം പറയാം. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ മാധ്യമം എന്ന പത്രസ്ഥാപനത്തിൽ അവിടുത്തെ ജീവനക്കാർക്കും മാധ്യമ പ്രവർത്തകർക്കും കൃത്യമായ ശമ്പളമൊന്നും കൊടുക്കുന്നില്ല. ശമ്പളം മാത്രമല്ല, പല ആനുകൂല്യങ്ങളും തടഞ്ഞു വെക്കുന്നു, പല പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിരന്തരം സമരമാണ്. ഞാൻ നിരന്തരം സമരം എന്നുള്ളത് വെറുതെ ഒരു ഒഴുക്കിന് വേണ്ടി പറയുന്നതല്ല. എല്ലാ ദിവസവും മാധ്യമം പത്രസ്ഥാപനത്തിൽ എല്ലാ ദിവസവും അരമണിക്കൂറോളം ആളുകൾ ജോലി ചെയ്യാതെ പ്രതിഷേധിച്ച് ജോലി ചെയ്യാതിരിക്കും. എന്നിട്ട് മാത്രമാണ് ഇത് ജോലിക്ക് കയറുന്നത് പോലും. അതാണ് അവിടുത്തെ അവസ്ഥ. തങ്ങളുടെ ജീവനക്കാരെ എങ്ങനെ പിരിച്ചുവിടും എന്ന് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമം പത്രത്തിൻ്റെ മാനേജ്മെൻറ്റ് ഇങ്ങനെ കുലങ്കുഷമായിട്ട് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഈ പുതിയ ലേബർ കോഡിൽ മറ്റൊരു മാറ്റവുമായിട്ട് BJP സർക്കാർ വരുന്നത്. ഇന്ത്യയിലെ മുൻപത്തെ നിയമമായിരുന്നെങ്കിൽ മിനിമം 100 പേര് ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിലെ ആളുകളെ കൂട്ടത്തോടെ പിരിച്ചുവിടാനോ അല്ലെങ്കിൽ ആ സ്ഥാപനം തന്നെ ഡിസോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ കൂട്ടത്തോടെ പൂട്ടിപ്പോകാനോ
വേണ്ടി നിരവധി കടമ്പകൾ പ്രൊസീജിയേഴ്സ് കടക്കേണ്ടതുണ്ട്. അതായത് സർക്കാരുകളെ അറിയിക്കണം, മുൻകൂർ അനുമതി വാങ്ങിക്കണം, 3 മാസം മുൻപ് നോട്ടീസ് കൊടുക്കണം, അങ്ങനെ നിരവധി പ്രൊസീജിയേഴ്സ് ഉണ്ട്. പുതിയ നിയമപ്രകാരം ആ 100 എംപ്ലോയി എന്നുള്ളത് 300 എംപ്ലോയി ആയിട്ട് മാറ്റി. അതായത് മിനിമം 300 എംപ്ലോയി ഉള്ള സ്ഥാപനത്തിൽ, 300-ൽ താഴെ ആളുകൾ ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിന് എപ്പോൾ വേണമെങ്കിലും ആളുകളെ കൂട്ടത്തോടെ പിരിച്ചുവിടാം. വേണമെങ്കിൽ കമ്പനി തന്നെ പെട്ടെന്ന് പൂട്ടിപ്പോകാം, അല്ലെങ്കിൽ പൂട്ടാൻ സാധിക്കും. ഈ ഒരു നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ മാധ്യമം പത്രത്തിൻ്റെ ഇന്നലത്തെ ഓൾ സ്റ്റാഫ് മീറ്റിംഗ്. കാരണം മാധ്യമം പത്രത്തിൽ 150 സ്റ്റാഫാണ് സ്ഥിര ജീവനക്കാരായിട്ടുള്ളത്. അങ്ങനെ വന്നാൽ പ്രത്യേകിച്ച് വേറെ കടമ്പകളൊന്നും ഇല്ലാണ്ട് തന്നെ അവർക്ക് പൂട്ടിപ്പോകാൻ എളുപ്പം കഴിയും. ഇന്നലത്തെ അവരുടെ സ്റ്റാഫ് മീറ്റിങ്ങിൽ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ഥാപനം ഇങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ, താല്പര്യമുള്ളവർക്ക് നിൽക്കാം, കാര്യമായിട്ടുള്ള പ്രതീക്ഷയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, മിക്ക ആളുകളുടെയും പണി പോകാൻ ചാൻസ് ഉണ്ട് എന്ന തരത്തിലായിരുന്നു ഇന്നലത്തെ അവരുടെ മീറ്റിങ്ങിൻ്റെ അജണ്ട. ജമാഅത്ത് ഇസ്ലാമിക്കാരും മാധ്യമം പത്രത്തിൻ്റെ മാനേജ്മെൻറ്റും സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് തന്നെ BJP സർക്കാരിനോടും മോദിജിയോടും നന്ദി പറയുന്നുണ്ടാവും. ഈ മാധ്യമം പത്രത്തിൻ്റെ കാര്യം ഞാൻ സന്ദർഭവശാൽ ചൂണ്ടിക്കാണിച്ചത് മാത്രമാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളും ഈ പുതിയ 4 ലേബർ കോഡുകളിൽ വളരെ ഹാപ്പിയാണ്. മുൻപത്തെ പോലെ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇനി വേജ് ബോർഡിൻ്റെ ആവശ്യമില്ല. മുതലാളിക്ക് മൂടുണ്ടെങ്കിൽ മാത്രം ഇച്ചിരി ശമ്പളം കൂട്ടിക്കൊടുത്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ ആളുകളെ യഥേഷ്ടം പിരിച്ചുവിടാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യയിലെ പുതിയ പ്രധാനപ്പെട്ട 4 ലേബർ കോഡുകൾ ഈ മാധ്യമപ്രവർത്തകരെ മാത്രം ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. ഇന്ത്യയിലെ 60 കോടിയോളം മനുഷ്യരെ ബാധിക്കുന്ന, ജോലിയെടുത്ത് ജീവിക്കുന്ന, പണിയെടുത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന നിയമങ്ങളാണ് പുതിയതായി നിലവിൽ വന്നിട്ടുള്ളത്. ലോകത്തെല്ലാ സ്ഥലങ്ങളിലും തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അതാത് നാട്ടിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ്. എന്നാൽ ഇന്ത്യയിലെ നിലവിലെ തൊഴിൽ നിയമങ്ങളെല്ലാം, പ്രധാനപ്പെട്ട പുതിയ 4 ലേബർ കോഡുകളും തീർത്തും തൊഴിലാളി വിരുദ്ധമാണ്. മാധ്യമങ്ങൾ ഇതിനകത്ത് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ മാധ്യമങ്ങളെ സംബന്ധിച്ചുകൂടെ എടുത്തു പറഞ്ഞത്. പുതിയ ലേബർ കോഡുകളിലെ നെറുകേടുകളെ സംബന്ധിച്ച് ഓരോ ദിവസവും ഒരു വീഡിയോ വീതം ആഴ്ചകളോളം വീഡിയോ ചെയ്യാനുള്ള അല്ലെങ്കിൽ പറയാനുള്ള കണ്ടന്റുകളുണ്ട്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ പ്രധാന പോളിസിയായ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന പ്രധാന പോളിസി ഉൾപ്പെടെ കാറ്റിൽ പറത്തുന്ന, ഇന്ത്യയിലെ തൊഴിലാളികളെ കൊണ്ട് ദിവസവും 12 മണിക്കൂർ വരെ ജോലി ചെയ്യിപ്പിക്കാം എന്നുള്ള നിയമം ഉൾപ്പെടെ നിരവധി നെറികേടുകൾ, പൊക്രിത്തരങ്ങൾ, അസംബന്ധങ്ങൾ ഈ പുതിയ ലേബർ കോഡിനകത്തുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ അതിനെപ്പറ്റിയെല്ലാം പറയാമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കാണുന്നവരോട് അവസാനമായി പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കക്ഷി രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു രാഷ്ട്രീയവും ഇല്ലാതിരിക്കാം. നിങ്ങൾ ആരായാലും എന്തു തന്നെയായാലും നിങ്ങളുടെ അധ്വാനിക്കാനുള്ള ശേഷി വിറ്റാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, സിമ്പിളായി പറഞ്ഞാൽ ജോലിയെടുത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, നിങ്ങളൊരു തൊഴിലാളിയാണെങ്കിൽ ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങളെല്ലാം നിങ്ങളെയും ബാധിക്കുന്നതാണ്. തൊഴിലാളി വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായ ഈ പുതിയ തൊഴിൽ നിയമങ്ങൾ എന്നെയും നിങ്ങളെയും നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഇതിനെതിരെ തെരുവിലിറങ്ങി തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും പറ്റാവുന്ന വേദികളിലും ഇടത്തെല്ലാം പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉയരേണ്ടതുണ്ട്. കനത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഫാമേഴ്സ് ബിൽ ഉൾപ്പെടെ പിൻവലിക്കേണ്ടി വന്ന നാട്ടിലാണ് നാം എല്ലാം ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യവും ആരും മറന്നുപോകരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.